ഡിസ്കസ് ചെയ്തു. അതായത് സിസ്റ്റം, സറൗണ്ടിങ്സ്, ടൈപ്സ് ഓഫ് സിസ്റ്റം, എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ്, അതേപോലെ പിന്നെ പുതിയ ഒരു ടേം ആയിട്ട് ഇന്റേണൽ എനർജി. എന്നിട്ട് ഇന്റേണൽ എനർജി കാണാനുള്ള പിന്നെ ഡെൽറ്റ യു ഈക്വൽ ടു യു ഫൈനൽ മൈനസ് യു ഇനീഷ്യൽ. ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഹീറ്റ്, വർക്ക് ഇവർ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് ആദ്യം നമ്മൾ ആ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയിലെ 4 പ്രോപ്പർട്ടി പുതിയ ടേമുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഇന്റേണൽ എനർജി, എൻതാൽപി, എൻട്രോപ്പി, ഗിബ്സ് ഫ്രീ എനർജി. അതിൽ ഇന്റേണൽ എനർജി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് എൻതാൽപി. നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ നമുക്കറിയാം, തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു ടേമാണ് എൻതാൽപി. അതിനെ ഡിനോട്ട് ചെയ്യാം എച്ച് എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. എൻതാൽപി എച്ച്. എൻതാൽപി എന്ന് പറഞ്ഞാൽ ഒരു കോമൺ മീനിങ്ങില് എനർജി എന്നുള്ള അർത്ഥം തന്നെയാണ് എൻതാൽപിക്കും കൊടുക്കുക. എനർജി തന്നെയാണ്. ഇവിടെ എൻതാൽപി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇന്റേണൽ എനർജി പറഞ്ഞു, യു എന്ന് പറഞ്ഞിരുന്നു അല്ലെ, ഇന്റേണൽ എനർജി യു. ആ ഇന്റേണൽ എനർജിയോട് കൂടെ, യുവിനോട് കൂടെ പ്രഷർ, വോളിയം, വർക്ക്. പ്രഷർ, വോളിയം എന്ന് പറഞ്ഞ വർക്കായി. അപ്പൊ ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ, വോളിയം, എനർജി, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതിന്റെ പേരാണെന്ത്? എൻതാൽപി എച്ച് എന്നുള്ളത്. അപ്പൊ എൻതാൽപി എന്ന് പറഞ്ഞാല് ഇന്റേണൽ എനർജിയോട് കൂടെ പ്രഷർ, വോളിയം, എനർജി കൂടെ ആഡ് ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ എനർജി സ്റ്റോർഡ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന ടോട്ടൽ എനർജി തന്നെയാണ്. ബട്ട് ഇന്റേണൽ എനർജി മാത്രമല്ല വരിക, അതിനോടുകൂടെ ആരും കൂടെ വേണം? പ്രഷർ, വോളിയം, എനർജി. അപ്പൊ ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ, വോളിയം, എനർജി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എൻതാൽപി എച്ച് എന്ന് വിളിക്കുക. മനസ്സിലാവുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഇന്റേണൽ എനർജിയോട് കൂടെ പ്രഷർ, വോളിയം, എനർജി കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നതിന്റെ പേരാണ് എൻതാൽപി എച്ച് എന്നുള്ളത്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത്, എൻതാൽപിയും ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഒന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ കഴിയില്ല. അപ്പൊ നമ്മൾ കാണുന്നത് എന്താണ്? അതിന്റെയും ചേഞ്ച് ആണ് കാണുക. അപ്പൊ എച്ച് അല്ല കാണാം, പകരം ഡെൽറ്റ എച്ച് കാണും. അപ്പൊ ഡെൽറ്റ എച്ച് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഡെൽറ്റ എച്ച് ഈക്വൽ ടു, എച്ചിന് പകരം ഡെൽറ്റ എച്ച് എടുത്തു. അപ്പൊ യുക്ക് പകരം എന്തെടുക്കേണ്ടി വരും? ഡെൽറ്റ യു പ്ലസ് ഈ എൻതാൽപി നമ്മൾ എടുക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ്. ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ, വോളിയം, എനർജി, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എൻതാൽപി. അപ്പൊ അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, അപ്പൊ അത് ചേഞ്ച് ചെയ്യൂല. അപ്പൊ പി തന്നെ എഴുതുള്ളൂ. പിയിൽ എന്ത് ചെയ്യും? ചേഞ്ച് കാണിക്കും. അപ്പൊ നമ്മൾ എന്താ കൊടുക്കുക? ഡെൽറ്റ വി എന്ന് കാണിക്കും. ഡെൽറ്റ വി. അപ്പൊ ഡെൽറ്റ എച്ച് ഈക്വൽ ടു എന്താ കിട്ടുക? ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇതാണ് എൻതാൽപി ചേഞ്ച്. മറ്റേ വർക്കല്ലേ? ആ പി ഡെൽറ്റ വി വർക്ക് തന്നെയാണ്. പി ഡെൽറ്റ വി എന്നുള്ള വർക്ക് തന്നെയാണ്. നമ്മൾ പിന്നെ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്മൾ ഡെൽറ്റ എച്ച് എടുത്തു. അപ്പൊ ഇതിന് ഡെൽറ്റ യു എടുത്തു. പിന്നെ ഡെൽറ്റ പി എടുക്കാതിരിക്കാനുള്ള കാരണം എന്താ? കോൺസ്റ്റന്റ് പ്രഷറിലാണ് ഈ സിസ്റ്റം നമ്മൾ എടുക്കുന്നത്. അപ്പൊ പി എന്ന് മാത്രം എടുത്തു. ബാക്കി ഡെൽറ്റ വി. പി ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ വർക്ക് തന്നെയാണ്. വർക്ക് തന്ന പി ഡെൽറ്റ വിക്ക് ഈക്വലന്റ് ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് എൻതാൽപി ചേഞ്ച് കാണാനുള്ള ഇക്വേഷൻ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ക്ലിയർ ആണോ?
ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ആ ഡെഫിനേഷൻ ഒന്ന് നോട്ട് ചെയ്യാം, പിന്നെ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോവാം. അപ്പൊ എന്താൽപി എച്ച് എന്നുള്ളത് എന്താൽപി എച്ച് അതിൽ എഴുതാം, ഇറ്റ് ഈസ് ദ total energy stored in a system, total energy stored in a system at constant temperature and pressure, at constant temperature and pressure. Full stop. It is the sum of SUM tuga. It is the sum of the internal energy and pressure volume energy. Internal energy and pressure volume energy. So എഴുതി വെക്കാം, H equal to U plus PV. U എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജി, PV എന്ന് പറയുമ്പോൾ പ്രഷർ വോളിയം എനർജി. അപ്പൊ ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ഡെൽറ്റ H ഈക്വൽ ടു ഡെൽറ്റ U പ്ലസ് P ഡെൽറ്റ V. ഓക്കെ, അപ്പൊ എന്താൽപി ചേഞ്ച് ഡെൽറ്റ എച്ച് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ക്ലിയർ? ഇനി നമ്മൾ നേരത്തെ സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ യു പഠിച്ചിരുന്നു. ഡെൽറ്റ യുവിന്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ എന്താ പഠിച്ചത്? ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം, ക്യൂ വി നമ്മൾ എഴുതിയിരുന്നു. അതായത് ഡെൽറ്റ യുവിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാല് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതേപോലെ ഡെൽറ്റ എച്ചിന്റെ സിഗ്നിഫിക്കൻസ് ആണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചില ഡാറ്റകളാണ്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി. അപ്പൊ ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എച്ച് ആണ്, എന്താൽപി ചേഞ്ച് ആണ്. അപ്പൊ ഇടയ്ക്ക് എന്താൽപി ചേഞ്ച് എന്നുള്ളതിന് പകരം അവർ ഏത് വാക്ക് ഉപയോഗിക്കാം? ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് ഉപയോഗിക്കാം. രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ ഇതൊന്ന് എഴുതി വെക്ക്, സിഗ്നിഫിക്കൻസ് ഓഫ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യൂ പി. Delta H equal to QP. Okay? Okay. ഇനി നമുക്കറിയാം ഒരു ഐഡിയൽ ഗ്യാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത് വിചാരിക്കും. ഐഡിയൽ ഗ്യാസ്. അപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? PV ഈക്വൽ ടു nRT. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ നമ്മൾ പഠിച്ചതാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈക്വൽ ടു nRT. ഇങ്ങനെ വരില്ലേ? കേട്ടില്ലേ ഇക്വേഷൻ? PV ഈക്വൽ ടു nRT. അപ്പൊ അങ്ങനെ വരുമ്പോ P ഡെൽറ്റ V ഈക്വൽ ടു എന്താ വരിക? R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. പിന്നെ നമ്മൾ എന്തെടുക്കുക? എന്താൽപി എടുക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എടുക്കുകയും ചെയ്യാം. അപ്പൊ P ഡെൽറ്റ V ഈസ് ഈക്വൽ ടു എങ്ങനെ കിട്ടും? ഇതിന് മാത്രം ഡെൽറ്റ കൊടുക്കാം, ഡെൽറ്റ nRT. P ഡെൽറ്റ V ഈക്വൽ ടു ഡെൽറ്റ nRT എന്ന് കിട്ടും. ഇങ്ങനെ കിട്ടുന്നുണ്ടോ? നമുക്ക് PV ഈസ് ഈക്വൽ ടു nRT ആവുമ്പോ P ഡെൽറ്റ വിക്ക് ഈക്വൽ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ nRT എന്ന് കൊടുക്കാൻ പറ്റും.
ഡെൽറ്റ എൻ ആർ ടി. അപ്പൊ നമ്മൾ ഈ പി ഡെൽറ്റ വിക്ക് പകരം ഈ ഇക്വേഷൻ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചിലപ്പോൾ ഇത് തരാണ്ടേ പിയും വി ഒന്നും തരാതെ ഡെൽറ്റ എച്ച് കാണാൻ വേണ്ടി ചോദിക്കും. അപ്പൊ ഇവിടെ ആവശ്യമുള്ള ഡാറ്റകൾ തന്നിട്ടുണ്ടാവും. അവിടെ ഉപയോഗിക്കാനുള്ള ഇക്വേഷൻ ആണ് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വിക്ക് പകരം ഡെൽറ്റ എൻ ആർ ടി. അപ്പൊ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഐഡിയൽ ഗ്യാസിന്റെ കേസിൽ ഡെൽറ്റ എച്ച് കാണാനുള്ള ഇക്വേഷൻ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ക്ലിയർ? ഈ സാധനമൊക്കെ എഴുതി വെക്കണം സൈഡില്. പി വി ഈക്വൽ ടു എൻ ആർ ടി. അപ്പൊ പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ആർ ടി. അതുകൊണ്ട് ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഓക്കെ. അപ്പൊ നമുക്ക് ഡെൽറ്റ എന്ന് എന്താന്ന് അറിഞ്ഞാൽ നമുക്ക് വേറെ പ്രോബ്ലത്തിലേക്ക് തന്നെ വേണം. ഡെൽറ്റ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസിയസ് പ്രോഡക്ട്സ്. എല്ലാ പ്രോഡക്റ്റും ഇല്ല, ഗ്യാസിയസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസിയസ് റിയാക്റ്റൻസ്. Number of moles of gaseous products minus number of moles of gaseous reactants. ഇതാണ് ഡെൽറ്റ എൻ. ഓക്കെ. മക്കളെ അപ്പൊ ഡെൽറ്റ എച്ച് കാണാൻ രണ്ട് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? ഒന്ന് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. മറ്റൊന്ന് ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ആറിന്റെ വാല്യൂ എനർജിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ആറിന്റെ വാല്യൂ നമ്മൾ 8.314 ആണ് കൊടുക്കേണ്ടി വരിക. പിന്നെ ഡെൽറ്റ എൻ എന്താന്ന് പഠിച്ചു? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസിയസ് പ്രോഡക്റ്റ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസിയസ് റിയാക്റ്റൻസ്. ഓക്കെ. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇത്രയും നിങ്ങൾ നോട്ടിലുണ്ടല്ലോ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുതുക. The heat of combustion എന്ന് പറഞ്ഞാൽ കത്തിക്കുക. The heat of combustion of methane at constant volume is minus 885 kilojoule. At 298 Kelvin. Calculate heat of combustion at constant pressure. Heat of combustion at constant pressure. Calculate heat of combustion at constant pressure. ചെറിയൊരു ഇക്വേഷൻ, ഒരു ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. എങ്ങനെ നമ്മൾ ചെയ്യും നോക്ക്. ഹീറ്റ് ഓഫ് കമ്പഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഏതാ ടേം? ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഏതാ ടേം? പഠിച്ചിട്ടുണ്ട്. ഹീറ്റ് ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പൊ ക്യൂ വി. ഈ ക്യൂ വി എന്നുള്ളത് എന്തിന്റെ സിഗ്നിഫിക്കൻസാ? ഡെൽറ്റ യുന്റെ സിഗ്നിഫിക്കൻസ് ആണല്ലോ. അപ്പൊ ഡെൽറ്റ യു ആണ് ഈ തന്നിട്ടുള്ളത്. ഡെൽറ്റ യു ആണ് ഈ തന്ന സാധനം. ഇനി എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ആ ഹീറ്റ് ഓഫ് കമ്പഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ QP. QP എന്നുള്ളത് ആരുടെ സിഗ്നിഫിക്കൻസാ? ഡെൽറ്റ എച്ചിന്റെ.
അപ്പൊ നമുക്ക് കാണേണ്ടത് ഡെൽറ്റ എച്ച് ആണ്. ഡെൽറ്റ യു തന്നിട്ടുണ്ട്. ഇവിടെ പ്രഷർ, വോളിയം അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടോ? വോളിയം എവിടെ തന്നിട്ട്? വോളിയം തന്നിക്കണോ? വോളിയം തന്നിട്ടില്ലല്ലോ. ഇല്ല തന്നില്ല. തന്നിട്ടില്ല. അപ്പൊ നമ്മള് പ്രഷറും വോളിയവും തന്നിട്ടില്ലെങ്കിൽ ഡെൽറ്റ എച്ച് കാണാനുള്ള ഇക്വേഷൻ ഏതാ? പറഞ്ഞോ. ഡെൽറ്റ എച്ച് കാണാൻ രണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പ്രഷറും വോളിയം തന്നിട്ടുള്ള കേസ് ഉണ്ട്, തരാത്ത കേസ് ഉണ്ട്. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. ഇതാണ് ഇക്വേഷൻ. ഇനി ഇതിലെ ഡെൽറ്റ യുവിന്റെ വാല്യൂ നമുക്കറിയാം. ആറിന്റെ വാല്യൂ എനർജിയുമായി ബന്ധപ്പെട്ട് ആറിന്റെ വാല്യൂ എത്ര വരിക? 8.314 എന്നാണ് വരിക. 8.314. 6 8.314 അത്രയും ജൂൾ എന്നുള്ള യൂണിറ്റിലേക്കാണ് കൊടുക്കുക. അപ്പൊ ഇവിടുത്തെ കിലോ ജൂൾ നമ്മൾ ജൂൾക്ക് മാറ്റേണ്ടി വരും. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 298 കെൽവിൻ. ഇനി നമുക്ക് ഇവിടെ ആകെ ആവശ്യമുള്ളത് ആരെ മാത്രമാണ്? ഡെൽറ്റ എൻ. അപ്പൊ ഡെൽറ്റ എൻ കാണണമെങ്കിൽ നമ്മൾ ആ റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാൻ പറ്റണം. റിയാക്ഷന്റെ ഇക്വേഷൻ ഏതാ റിയാക്ഷൻ? മീഥൈന് കമ്പഷൻ നടക്കുക. കമ്പഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നുള്ള. കത്തിക്കുക എന്ന് പറഞ്ഞാൽ ആരുമായിട്ടാണ് ട്രീറ്റ് ചെയ്യാം? ആരുമായിട്ട് ട്രീറ്റ് ചെയ്യണതിന്റെ പേരാ കത്തിക്കല്. പറഞ്ഞു മക്കളെ, ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യലാണ്. ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ നോക്ക്, ഇതാണ് മീഥൈൻ CH4. ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്യാം. തൽക്കാലം O2 എന്ന് കൊടുക്കാം. ഏതൊരു ഹൈഡ്രോ കാർബണിലെയും, അതായത് കാർബണും ഹൈഡ്രജനും ഉള്ളതിലെയും കമ്പഷൻ നടത്തിയാൽ, ഓക്സിജനുമായിട്ട് ട്രീറ്റ് ചെയ്താൽ കിട്ടുന്ന രണ്ട് പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാം. രണ്ട് പ്രോഡക്റ്റ് CO2 H2. കാർബൺ ഡയോക്സൈഡും വാട്ടറുമാണ് കിട്ടുക. ഏത് ഹൈഡ്രോ കാർബണിലെയും, ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഉള്ളത്, അതിന് നമ്മൾ കമ്പഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ. അപ്പൊ നമുക്കിനി ഇതിനൊന്ന് ബാലൻസ് ചെയ്യേണ്ടി വരും. ഇവിടെ എത്ര ഹൈഡ്രജൻ? റിയാക്ടന്റിൽ എത്ര ഹൈഡ്രജൻ കാണാനില്ല? 4. ഇവിടെ 2 ഉള്ളൂ. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യണം. അപ്പൊ നമ്മൾ 2 കൊടുത്തു. ഇവിടെ 4 ഹൈഡ്രജൻ ആയി. ഈ ഓക്സിജനെ ബാലൻസ് ചെയ്യണം. ഇവിടെ 2 ഓക്സിജനും ഇവിടെ 2. 4 ഓക്സിജൻ ഉണ്ട്. ഇവിടെ ആകെ 2 ഉള്ളൂ. അപ്പൊ ബാലൻസ് ചെയ്യാൻ 2O2 എന്ന് കൊടുത്തു. 2O2. അപ്പൊ നമ്മളെടുത്തുള്ളത് CH4 plus 2O2 gives CO2 plus 2H2O. നമുക്ക് മീഥൈൻ ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് സ്റ്റേറ്റിലാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്, വാട്ടർ ഏത് സ്റ്റേറ്റിലുണ്ടാവുക? വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ എല്ലാം കൊടുക്കുക, ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പൊ ഇനി നമ്മൾ ഡെൽറ്റനെ എങ്ങനെ കാണാൻ നോക്ക്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസിയസ് പ്രോഡക്റ്റ്. പ്രോഡക്റ്റിലെ ഗ്യാസിയസ് സബ്സ്റ്റൻസിന്റെ നമ്പർ ഓഫ് മോൾ എത്ര ഉണ്ട്? എത്ര നമ്പർ ഓഫ് മോൾ ഉണ്ട് പ്രോഡക്റ്റ് സൈഡിൽ ഗ്യാസിയസ് സബ്സ്റ്റൻസിന്? 1 mole. 3. 1. ഇത് മാത്രമേ ഉള്ളൂ. ഇത് ലിക്വിഡ് ആണ്. അപ്പൊ നമ്മളത് എടുക്കണ്ട. ഇവിടെ 1 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് റിയാക്ടന്റ്. എത്ര വരിക? 3 mole. ഇവിടെ 1 പ്ലസ് 2 3 മോൾ. 1 മൈനസ് 3. പ്രോഡക്റ്റ് മൈനസ് റിയാക്ടന്റ് ആണ് നോക്കാം. അപ്പൊ 1 മൈനസ് 3 എന്ന് പറയുമ്പോൾ -2. ഇനി നേരെ ഇക്വേഷൻ നമ്മൾ കൊടുത്താൽ മതി. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡെൽറ്റ എച്ച് കാണണം. ഡെൽറ്റ യു തന്നിട്ടുണ്ട്. ഡെൽറ്റ യു കിലോ ജൂളിലാണ്. നമ്മൾ ജൂളിലേക്ക് മാറ്റണം. കാരണം ആറിന്റെ വാല്യൂ നമ്മൾ എടുക്കുക ജൂൾ എന്നുള്ള യൂണിറ്റിലാണ്. ആ കിലോ ജൂളിന് എങ്ങനെ ജൂൾക്ക് മാറ്റാം? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു 3 0 അപ്പുറത്തേക്കാണ് കൊടുത്താൽ മതി. അപ്പൊ അത് ജൂളിലേക്ക് മാറും. പിന്നെ 6 8.314 T 298 കെൽവിൻ. വേഗം ചെയ്തോ.
ഇതേ രൂപത്തിൽ ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ലാസ്റ്റ് ആൻസറുകൾ പറയാം. അതിനിടയ്ക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. മക്കളെ ചെയ്തു കഴിഞ്ഞോ? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്ററിൽ എടുത്ത് അടിക്കുക. അല്ലാണ്ട് നേരിട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട. നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ വരും. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ -885,000 അത്രയും ജൂളിലേക്ക് മാറ്റുമ്പോൾ അങ്ങനെയാണ്. ഡെൽറ്റ എന്നിന്റെ വാല്യൂ -2, R 8.314, ടെമ്പറേച്ചർ 298 Kelvin. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? മൈനസ് 899,865.43. മൈനസ് 889 മൈനസ് 899 899. ആണോ? ഇവിടെ കാണുന്നത് ശരിയാണോ ഇല്ല നമുക്കറിയില്ല. നിങ്ങൾ ചെയ്തു നോക്കും, അതിനനുസരിച്ചാണ് ശരി തീരുമാനമാവും കേട്ടോ. ഇവിടെ എന്റെ ബുക്കിൽ കാണുന്ന ആൻസർ -889. ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല. നിങ്ങൾ ചെയ്തിട്ട് ശരിയല്ലെങ്കിൽ നിങ്ങൾ എഴുതി ഉത്തരം എഴുതിയാലും മതി. -89.935 കിലോ ജൂൾ. ഏകദേശം ഇതെന്താ ആവണമെന്നല്ല, ഏകദേശം ഇതുമായി ബന്ധപ്പെട്ട ആൻസർ ആയിരിക്കും കിട്ടുന്നുണ്ടാവാം. -889.935 കിലോ ജൂൾ. ഓക്കെ, ശരിയാക്കണം. 889,955.144. യെസ്, ഓക്കെ. -889. പിന്നെ കിലോ ജൂൾക്ക് മാറ്റിയത് കൊണ്ട് 0.935 എഴുതേണ്ടി വന്നു. ജൂളിലാണെങ്കിൽ ഈ പോയിന്റ് ഉണ്ടാവില്ല, നേരെ അപ്പുറത്ത് വരിക.
മൈനസ് 889.935 കിലോ ജൂൾ. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവരും ഓക്കെ പറഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങളോട് ഇല്ലേ? ഒക്കെ മനസ്സിലാവുണ്ടാവുമല്ലോ അല്ലേ? ഈ ഞായറാഴ്ച എല്ലാവരും കിടന്നുറങ്ങുക അല്ലെങ്കിൽ കളിക്കാൻ പോകുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ ഈ ഫോണിന്റെ മുമ്പില് നമ്മളെ തെർമോഡൈനാമിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണത്. നിങ്ങളെ നിർബന്ധം കൊണ്ടാവാം, പാരന്റ്സിന്റെ നിർബന്ധമാവും, വാട്ട് എവർ മേ ബി. ആ ടൈമൊക്കെ നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ അതെന്തായിരിക്കണം? യൂസ്ഫുൾ ആയിരിക്കണം. അപ്പൊ മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ പറയണം, എന്നാലേ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത ദിവസം മുതലേ നിങ്ങളുടെ പേരൊക്കെ ഞാൻ സെന്ററിൽ നിന്ന് വാങ്ങട്ടെ. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ വിളിക്കും, നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾ തന്നെയാണ് അവിടെ ഉള്ളത്. നിങ്ങൾ പകരം ആരെങ്കിലും വെച്ചിട്ടോട്ട് പോയിക്കണോ നമുക്ക് തീരുമാനമാവുള്ളൂ. സോ അപ്പൊ എൻതാൽപ്പി എച്ച് എന്നുള്ളത് എങ്ങനെയാണ്, ഡെൽറ്റ എച്ച് എങ്ങനെയാണ് കാണുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി അതുമായി ബന്ധപ്പെട്ട ചെറിയ രണ്ട് ടേം നമുക്കറിയണം. ഒന്ന്, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അപ്പൊ അടുത്ത ഹെഡിങ് എഴുതിക്കോ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഒരു മാർക്കിനാണ് ചോദിക്കുക, എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അതായത് ഇപ്പോ നമ്മൾ തൊട്ട് മുമ്പ് ഒരു CH4 പ്ലസ് 2O2 gives CO2 പ്ലസ് 2H2O ഒരു റിയാക്ഷൻ നോക്കി. അതൊരു ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. ഇത്തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് ഇക്വേഷന്റെ മുഴുവൻ റിയാക്ടന്റുകളും പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിന്റെ പേരാണെന്ത്? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അതായത് ഒരു ബാലൻസ്ഡ് ഇക്വേഷനിലെ ഓൾ നമ്പർ ഓഫ് മോൾസ്, റിയാക്ടന്റിലെ മുഴുവൻ നമ്പർ ഓഫ് മോൾ, എല്ലാ റിയാക്ടന്റും എന്തായിട്ട് മാറാം? പ്രോഡക്റ്റ് ആയിട്ട് മാറാം. അങ്ങനെ എല്ലാ റിയാക്ടന്റും കംപ്ലീറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ അവിടെ ഒരു എനർജി ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് സംഭവിക്കണം. ചിലപ്പോൾ എനർജിയെ വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ എനർജിയെ കൊടുക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പൊ അവിടെ നടക്കുന്ന ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. അതായത് ബാലൻസ്ഡ് ഇക്വേഷനിലെ all the reactants converted to products. The enthalpy change during this reaction is called enthalpy of reaction. ഇതേ enthalpy of reaction തന്നെ നമ്മൾ പിന്നെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ എടുക്കുക. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 298 കെൽവിൻ ടെമ്പറേച്ചർ, 1 atm പ്രഷർ. ഇതാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. 298 കെൽവിൻ ടെമ്പറേച്ചറും 1 atm പ്രഷർ. അതിന് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ എടുക്കുകയാണെങ്കിൽ ആ എൻതാൽപ്പി ഓഫ് റിയാക്ഷന്റെ പേരാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഈ രണ്ട് ടേമും ക്ലിയർ ആണോ? ഒന്ന് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ്, മറ്റൊന്ന് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണ്. ഒന്നുകൂടെ പറയാം. അതായത് ഒരു ബാലൻസ്ഡ് ഇക്വേഷനിലെ മുഴുവൻ റിയാക്ടന്റുകളും പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോൾ അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചിന്റെ പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ആ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നടക്കുന്നത് അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ മീൻസ് 298 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 1 atm പ്രഷർ. അപ്പൊ നമ്മൾ അതിന് എന്തെന്ന് വിളിക്കാം? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, എന്നാ ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ എഴുതിക്കോ. ആദ്യം എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. ഇല്ല, ഓക്കെ, നമുക്ക് ആ ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ ഒന്നും കൂടെ പറഞ്ഞുതരാം. അപ്പൊ ക്ലിയർ. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, ഇറ്റ് ഈസ് ദ enthalpy change. It is the enthalpy change takes place. Enthalpy change takes place when the number of moles of reactants
when the number of moles of reactants in a balanced chemical equation is completely converted to products, completely reacted to give products. Okay. ഇനി പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ബാലൻസ്ഡ് ഇക്വേഷൻ, അതിലെ മുഴുവൻ റിയാക്ടന്റുകളുടെയും നമ്പർ ഓഫ് മോൾസ്, അതായത് മുഴുവൻ റിയാക്ടന്റുകളും അവർ പ്രവർത്തിച്ചിട്ട് എന്ത് കിട്ടണം, നമുക്ക് പ്രോഡക്റ്റ് കിട്ടണം. അപ്പൊ അവര് ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരു എൻതാൽപ്പി ചേഞ്ച് ചിലപ്പോൾ എനർജി വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും. ആ എൻതാൽപ്പി ചേഞ്ചിന്റെ പേരാണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്താണെന്ന് അതിന്റെ തൊട്ട് താഴെ എഴുതി വെക്ക്. The enthalpy of reaction at standard condition ബ്രാക്കറ്റിലെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 298 Kelvin temperature and 1 atm pressure. But the enthalpy of reaction at standard condition is called standard enthalpy of reaction. ഇത് atmospheric temperature അല്ലേ? അല്ല, atmospheric pressure. പ്രഷറിന്റെ യൂണിറ്റ് ആണ് ATM. അതല്ല, ഈ ടെമ്പറേച്ചർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലേ? അതെ, 25 ഡിഗ്രി സെൽഷ്യസ് നോർമൽ ടെമ്പറേച്ചർ. അതിന് നമ്മൾ കെൽവിനിക്ക് മാറ്റിയപ്പോ എന്തായി? 298 Kelvin ആയി മാത്രമേ ഉള്ളൂ. അപ്പോ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അതിനെ ഡിനോട്ട് ചെയ്യല് ഡെൽറ്റ എച്ച്, മേലെ ഒരു 0 എന്ന് കൊടുക്കുക. മേലെ 0 കൊടുക്കണേനൊക്കെ സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. ഡെൽറ്റ എച്ച് 0. ഓക്കെ, അപ്പൊ എൻതാൽപ്പി ഓഫ് റിയാക്ഷനും സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് റിയാക്ഷനും ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് അടുത്ത ടൈമിലേക്ക് പോവാം. എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലങ്ങളായിട്ട് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത ടോപ്പിക്കിൽ ഉണ്ടാകും. അടുത്ത ടോപ്പിക്കിന്റെ പേര് ഹെസ്സസ് ലോ. എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹെസ്സസ് ലോ. അത് ഹെസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഉണ്ടാക്കിയ നിയമമാണ്. ഈ ഹെസ്സസ് ലോ പറഞ്ഞത് ഇപ്പോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാം. ഒരു കെമിക്കൽ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും, അതായത് സിംഗിൾ സ്റ്റെപ്പായിട്ട് പ്രോഡക്റ്റ് ആയാലും, ഒരുപാട് സ്റ്റെപ്പുകളിലൂടെ റിയാക്ഷൻ നടന്നാലും അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. ഒരു റിയാക്ഷൻ ഒറ്റ സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിലൂടെ നടന്നാലും ഒക്കെ എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിനെയാണ് ഹെസ്സസ് ലോ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു കൊല്ലം ഫുള്ള് മെനക്കെട്ട് പരീക്ഷക്ക് പഠിച്ചെഴുതി. വേറൊരു കുട്ടിയോ അന്ന് രാവിലെ ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോയിട്ട് ചെറുതായിട്ട് കഷ്ണം ആക്കി വന്ന് പാൻറ്റിന്റെ അടുത്തൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, കോപ്പി അടിച്ചു. രണ്ടാളും ഉത്തരം സെയിമാണെങ്കിൽ ഒരേ മാർക്കല്ലേ കിട്ടുക? അങ്ങനാവില്ലേ? തനിക്ക് ഒരു കൊല്ലം പഠിച്ചു വിചാരിച്ചവർക്ക് കുറെ മാർക്കും, ഇത് കോപ്പി അടിച്ചാണെന്നൊക്കെ എക്സാമിന് പേപ്പർ നോക്കുന്നവർക്കാണ് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പൊ അവർക്ക് മാർക്ക് കുറവ് അങ്ങനെയൊന്നുമില്ല. അതായത് ഒറ്റ സ്റ്റെപ്പിലൂടെ റിയാക്ഷൻ നടന്നാലും പല സ്റ്റെപ്പിലൂടെ റിയാക്ഷൻ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ എ എന്നുള്ള റിയാക്ടന്റ് ഡി എന്നുള്ള പ്രോഡക്റ്റ് ആയിട്ട് മാറണം. അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് എന്നുള്ളത് 200 kJ. സപ്പോസ് 200 kJ.
ഇനി ഇപ്പൊ എ എന്നുള്ള ഡി ആവുന്ന ഒറ്റ സ്റ്റെപ്പിലൂടെയാണ്. ഇനി എ എന്നുള്ളത് ഡി ആവുന്ന പല സ്റ്റെപ്പിലൂടെ നമുക്ക് നോക്കാം. എ ബി ആവും, ബി സി ആവും, സി ഡി ആവും. എ എന്നുള്ളത് ബി ആയിട്ട് മാറാൻ അവിടുത്തെ എൻതാൽപ്പി ചേഞ്ച് പറഞ്ഞത് 50 കിലോ ജൂൾ ആണ്, 50 കിലോ ജൂൾ. ബി സി ആയിട്ട് മാറാനുള്ള എൻതാൽപ്പി ചേഞ്ച് ഒരു 75 കിലോ ജൂൾ ആണ്, 75. സി ഡി ആയിട്ട് മാറാനുള്ള എൻതാൽപ്പി ചേഞ്ച് നമുക്ക് തന്നിട്ടുള്ളത് 75 കിലോ ജൂൾ ആണ്. അപ്പൊ ഈ 3 സ്റ്റെപ്പിനും കൂടെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് എത്ര വരിക? 200. അതിനല്ല ഇപ്പൊ ഇവിടെ വന്നത് അല്ലെ? ഒരേ റിയാക്ടന്റ് ഒരേ പ്രോഡക്റ്റിലേക്ക് എത്താം. അപ്പൊ എ എന്നുള്ളത് ഡിയിലേക്ക് എത്താം. ഇവിടെയും എ എന്നുള്ളത് ഡിക്ക് തന്നെ എത്തി, പല സ്റ്റെപ്പിലൂടെയാണ്. അപ്പൊ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിലൂടെ നടന്നാലും പല സ്റ്റെപ്പിലൂടെ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് വിൽ ബി സെയിം. അതിനെയാണ് ഹെസ്സസ് ലോ എന്ന് വിളിക്കുക. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ. ഓക്കെ, ജസ്റ്റ് എഴുതി. ഹെസ്സസ് ലോ, ഹെസ്സസ് ലോ എഴുതി വെക്കുക. It states that in the statement it states that the enthalpy change in a chemical reaction, the enthalpy change in a chemical reaction is the same ആയിരിക്കും. The enthalpy change in a chemical reaction is the same whether WHETHER, whether the reaction takes place in a single step, reaction takes place in a single step or in several steps, റിയാക്ഷൻ ഒരു സ്റ്റെപ്പിലൂടെ നടന്നാലും പല സ്റ്റെപ്പിലൂടെ നടന്നാലും എൻതാൽപ്പി ചേഞ്ച് എന്തായിരിക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ എൻതാൽപ്പി ചേഞ്ച് സെയിം ആയിരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് ഇത് ഒരു സ്റ്റെപ്പിലൂടെ നടക്കുന്ന റിയാക്ഷൻ, ഇത് ഡിഫറെന്റ് സ്റ്റെപ്സിലൂടെ നടക്കുന്ന റിയാക്ഷൻ. രണ്ട് ഭാഗത്തും എൻതാൽപ്പി ചേഞ്ച് എന്താണ്? സെയിം ആണ്. എൻതാൽപ്പി ചേഞ്ച് വിൽ ബി സെയിം. Okay. Okay. ഇത് നമുക്ക് ഹെസ്സസ് ലോയുടെ അപ്ലിക്കേഷൻ പഠിക്കാണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കും. വളരെ സിമ്പിൾ ആണ്. 2 ടൈപ്പ് പ്രോബ്ലം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ആദ്യം അപ്ലിക്കേഷൻ ഓഫ് ഹെസ്സസ് ലോ, ഹെസ്സസ് ലോന്റെ അപ്ലിക്കേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആണ്. ഇപ്പോ ഇതൊരു റിയാക്ഷന്റെ എൻതാൽപ്പി ചേഞ്ച് നമുക്ക് തന്നു. ഇവിടെ ഈ 2 സ്റ്റെപ്പിൽ നിന്ന് തന്നു. മൂന്നാമത്തെ നമുക്ക് കണ്ടെത്തിക്കൂടെ? എങ്ങനെ കണ്ടെത്താ? ഇതൊന്ന് മൈനസ് ചെയ്താൽ പോരെ? അങ്ങനെ മതിയാവില്ലേ? അല്ലെങ്കിൽ ഈ 3 തന്നു. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വരികയെന്ന് ചോദിച്ചാൽ നമുക്ക് അതൊക്കെ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ എൻതാൽപ്പി ഓഫ് റിയാക്ഷനും എൻതാൽപ്പി ഓഫ് സ്റ്റാൻഡേർഡ് റിയാക്ഷനും ഒക്കെ മനസ്സിലാക്കാൻ ഹെസ്സസ് ലോ ഉപയോഗിക്കാം. അതാണ് അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ അപ്ലിക്കേഷൻസ്, അതിൽ ഫസ്റ്റ് വൺ ഡിറ്റർമിനേഷൻ ഓഫ് തീരുമാനിക്കാം. ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ, രണ്ടാമത്തെ അപ്ലിക്കേഷൻ എടുക്കാം. determination of enthalpy of formation. ഈ മൂന്നാമത്തെ സ്റ്റെപ്പിന്റെ മാത്രം എങ്ങനെ കാണാം, അതാണ് ഫോർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിറ്റർമിനേഷൻ ഓഫ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഒരു പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ എൻതാൽപ്പി എങ്ങനെയാണ് കണക്കാക്കാൻ പറ്റും ഹെസ്സസ് ലോ ഉപയോഗിച്ചിട്ട്. അപ്പൊ ആ 2 അപ്ലിക്കേഷൻ മതി. ഇനി അതുമായി ബന്ധപ്പെട്ട് വരുന്ന 2 പ്രോബ്ലം നമുക്ക് ചെയ്യാം. അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്.
അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. അല്ലാണ്ട് നമുക്ക് ബുക്ക് നോക്കിയാൽ ഈ പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം NCERT ടെക്സ്റ്റ് ഒക്കെ വായിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു പിടുത്തൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക, ബോർഡിൽ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ 2 പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് തിയറി പാർട്ടാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ എഴുത്. കാൽക്കുലേറ്റ് the enthalpy of formation of carbon monoxide CO, carbon monoxide from the following data. ഇനി താഴെ 1-2 ഡാറ്റകൾ തരും. അതിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവാൻ ആവശ്യമായ എൻതാൽപ്പി എത്രയും നമ്മൾ കണ്ടെത്തണം. അതാണ് ചോദ്യം. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. എന്നിട്ട് ഒന്നാമത്തെ ഡാറ്റ എന്നിട്ടുള്ളത് C+O2 gives CO2. അതിന്റെ എൻതാൽപ്പി ചേഞ്ച് ഡെൽറ്റ H ഈക്വൽ ടു -393.3 കിലോജൂൾ പെർ മോൾ. രണ്ടാമത്തെ ഡാറ്റ CO plus half O2 gives CO2. CO plus half O2 gives CO2. അതിന്റെ ഡെൽറ്റ H ഉള്ളത് -282.8 കിലോജൂൾ പെർ മോൾ. ഇതിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കേണ്ടത്, കാർബൺ മോണോക്സൈഡിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടെത്തണം. ഈ ഡാറ്റ രണ്ടും ക്ലിയർ ആണല്ലോ. C+O2 gives CO2, delta H -393.3. CO plus half O2 gives CO2, delta H -282.8 kilojoule per mole. ഇത്ര എഴുതി വെച്ചോ? ഇത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് കാണേണ്ട എന്താ, CO കാർബൺ മോണോക്സൈഡിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പൊ നമ്മൾ ആൻസറിലേക്ക് വരാണ്. ആദ്യം നമ്മൾ CO ഉണ്ടാവാനുള്ള ഇക്വേഷൻ എഴുതണം. കാർബൺ മോണോക്സൈഡ് എവിടുന്ന ഉണ്ടാവുക? CO ഉണ്ടാവണമെങ്കിൽ ആര് വേണം? ഒരു C വേണ്ടേ? ഒരു C വേണം, ഒരു കാർബൺ. പിന്നെ ഇവിടെ ഓരോ ഓക്സിജനാണ്. ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുമോ? ഇല്ല. ഓക്സിജൻ ഡയാറ്റോമിക് ആണ്. O2 എന്നിട്ടേ നിൽക്കുള്ളൂ. നമുക്കാണെങ്കിൽ ഇവിടെ ഓരോ ഓക്സിജൻ മതി. അപ്പൊ നമ്മൾ ഇതിന്റെ എന്തെടുക്കുക? പകുതി എടുക്കുക. ഇതിന്റെ പകുതി എടുക്കുക. അപ്പൊ C plus half O2 gives CO. അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇത് മനസ്സിലായി എങ്ങനെ കിട്ടിയെന്നുള്ളത്? നമുക്ക് ആവശ്യം സിഒയുടെ ഫോർമേഷൻ. CO ഉണ്ടാക്കാം. CO ഉണ്ടാക്കണമെങ്കിൽ ഒരു സിയും ഒരു ഓയും. ഒരു O ഒറ്റയ്ക്ക് എഴുതാൻ പറ്റൂല, കാരണം ഓക്സിജൻ ഡയാറ്റോമിക് മോളിക്യൂളാണ്. അപ്പൊ ഓക്ക് പകരം എന്ത് ചെയ്യാം? ഹാഫ് O2 എന്ന് എഴുതാം. അപ്പൊ ഒരു ഓക്സിജൻ എന്നുള്ള മീനിങ് കിട്ടൂലേ? അപ്പൊ C plus half O2 gives CO. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ ഇതിലത്തെ ടേം ഒക്കെ ഈ ഇക്വേഷനിൽ ഉണ്ടാവും. തന്ന ഇക്വേഷനിൽ നമുക്ക് ആവശ്യമുള്ള മുഴുവൻ ടേം ഉണ്ടാകും. നോക്കാം. ഇതിന് ഒന്നാമത്തെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക, രണ്ടാമത്തത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. നമുക്ക് C എന്നുള്ളത് ഏത് ഇക്വേഷൻ കിട്ടാം? ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഹാഫ് O2 എവിടെ കിട്ടും? രണ്ടാമത്തെ കിട്ടും. ആ ഇക്വേഷൻ 2 കിട്ടും. CO എവിടെ കിട്ടും? നോക്ക്, ഈ ഇക്വേഷൻ നോക്കി രണ്ടാമത്തെ CO എവിടെയാണുള്ളത്? രണ്ടാമത്തേല്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ CO പ്രോഡക്റ്റ് ആണ്. ഇവർ തന്ന CO എന്താണ്? റിയാക്റ്റന്റ് ആണ്.
ഈ CO റിയാക്ടന്റ് അല്ലേ? അതെ. നമുക്ക് CO ആവശ്യമുള്ള പ്രോഡക്റ്റിലാണ്, ഇവർ തന്നിട്ടുള്ളത് റിയാക്ടന്റിലാണ്. അപ്പൊ നമ്മൾ ചെയ്യാം, ഈ രണ്ടാമത്തെ ഇക്വേഷനെ നമ്മൾ മൈനസ് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് അവരുടെ ഡാറ്റയിൽ റിയാക്ടന്റ് സൈഡിലാണെങ്കിൽ ആ ഇക്വേഷൻ മൈനസ് ചെയ്യപ്പെടണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ഇക്വേഷൻ 1 - 2 ആണ് ചെയ്യാം. ഇക്വേഷൻ 1 - 2. എങ്ങനെയാണ് -2 എടുക്കാനുള്ള റീസൺ നിങ്ങൾക്ക് അറിയാം. CO നമ്മുടെ പ്രോഡക്റ്റിലാണ്, ഇവിടെ CO അവരുടെ റിയാക്ടന്റിലാണ്. നമ്മളെ പ്രോഡക്റ്റ് അവരുടെ റിയാക്ടന്റിലാണെങ്കിൽ അത് വരുന്ന ഇക്വേഷൻ എന്ത് ചെയ്യണം, നമ്മൾ മൈനസ് ചെയ്യണം. ബാക്കിയുള്ള എല്ലാ ഇക്വേഷനെയും പരസ്പരം ആഡ് ചെയ്യണം. നമ്മുടെ ആകെ 2 ഇക്വേഷനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ 1 - 2 അങ്ങനെ ചെയ്താൽ ഇത് കിട്ടുമോ നമ്മൾ ചെക്ക് ചെയ്യണം. നോക്ക്, ഒന്നാമത്തെ ഇക്വേഷന്റെ റിയാക്ടന്റ് എന്താ? 1 - 2 ചെയ്യാണ്ടോ? ഒന്നാമത്തെ ഇക്വേഷന്റെ റിയാക്ടന്റ് C+O2 മൈനസ് രണ്ടാമത്തെ ഇക്വേഷന്റെ റിയാക്ടന്റോ CO + ½ O2. എഴുതിയത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒന്നാമത്തെ ഇക്വേഷന്റെ റിയാക്ടന്റ് മൈനസ് രണ്ടാമത്തെ ഇക്വേഷന്റെ റിയാക്ടന്റ് ഗീവ്സ് ഒന്നാമത്തേന്റെ പ്രോഡക്റ്റ് മൈനസ് രണ്ടാമത്തേന്റെ പ്രോഡക്റ്റ്. അപ്പൊ CO2 - CO2 അങ്ങനെ കൊടുത്തൂടെ? ഈ പറയും ഇവിടെ ഒരു O2 ഉണ്ട്, ഇവിടെ ½ അല്ലെ? ഈ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ -½ അല്ലേ? അപ്പൊ ഈ ഒരു O2 ഈ ½ കൂടെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ½ അത് രണ്ടും കൂടെ ചെയ്താൽ ആകെ കിട്ടുക ½ ആണ്. C ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ C + O2 - ½ കൂടെ ½ പിന്നെ ഇവിടെ ആരാണ്? -CO gives CO2 - CO2 എന്ന് പറഞ്ഞാല് 0 ഒന്നുമില്ല. 0. അപ്പൊ നോക്ക്, ഈ -CO അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? ഇക്വേഷൻ അപ്പുറത്ത് +CO ആയിട്ട് മാറില്ലേ? അപ്പൊ C + ½ gives CO എന്ന് കിട്ടും. CO അതന്നെയല്ലേ ഇപ്പൊ നമ്മൾ എഴുതിയ ഇക്വേഷനും? നമ്മൾ എഴുതിയ ഇക്വേഷൻ അതന്നല്ലേ? അതെ സാറ്. C+O2 അവിടെ ചെയ്തത് ഒന്നുകൂടെ പറയോ? ഓക്കെ. ഈ C അതേപോലെ ഇങ്ങോട്ട് എഴുതി. ഇവിടെ +O2 ഉണ്ട്, ഈ മൈനസ് കൊണ്ട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ആവുമല്ലോ. അപ്പൊ -½ O2 ഉണ്ട്. ഒരു O2 അര O2 കുറച്ച ബാക്കി എന്താ കിട്ടുക? O2 അതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇവിടെ -CO gives CO2 - CO2 എന്ന് പറയുമ്പോൾ 0. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ -CO അപ്പുറത്ത് കൊണ്ടുപോയാൽ നമ്മൾ ആവശ്യമുള്ള ഇക്വേഷൻ കിട്ടും. C + ½ gives CO. അപ്പൊ നമ്മൾ ഇക്വേഷൻ 1 - 2 ചെയ്തപ്പോഴാണ് നമ്മളെ ഈ റിക്വയർഡ് ഇക്വേഷൻ കിട്ടിയത്. അപ്പൊ ഇതേ 1 - 2 എവിടെ ചെയ്യാം? ഈ വാല്യൂവിൽ ചെയ്യാം. അപ്പൊ കിട്ടുന്നതാണ് എന്ത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO. എൻതാൽപ്പി അപ്പൊ കിട്ടുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ 1 - 2 ചെയ്താൽ മതി. 1 - 2 ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? -393.3 -282.8 അത് രണ്ടും കൂടെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CO. ക്ലിയർ ആവോ? അത് ഇവിടെ നമ്മൾ ഏത് ഓപ്പറേഷൻ ആണോ ചെയ്തത് അതേ ഓപ്പറേഷൻ എൻതാൽപ്പിയുടെ വാല്യൂവിന്റെ കേസിലും ചെയ്യാം. അപ്പൊ കിട്ടുന്നത് നമ്മൾ ആൻസർ ആയിട്ട് വരും. ഓക്കെ ആണോ? -110.5 അതിനിട്ടാ -110.5 kJ/mol. ഓക്കെ. -110.5 kJ/mol.
ഓക്കെ, അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതി ചെയ്തു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. വല്ലാത്ത ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഒരു മിനിറ്റ് കേട്ടോ, അതൊന്ന് കംപ്ലീറ്റ് എഴുതിയെടുക്കട്ടെ. കംപ്ലീറ്റ് ആയി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. കഴിഞ്ഞാൽ പറയണം. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു. കഴിഞ്ഞു. എല്ലാവരും കഴിഞ്ഞോ? കഴിയാത്ത ആൾക്കാർ പറഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് the enthalpy of formation of methane. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CH4. methane from the following data. ഒന്നാമത്തെ ഡാറ്റ C+O2 gives CO2. Delta H equal to minus 393.7 kilojoule per mole. രണ്ടാമത്തെ ഡാറ്റ H2 plus half O2 gives H2O. H2 plus half O2 gives H2O. Delta H equal to minus 285.8 kilojoule per mole. Third one, CH4 plus 2O2 gives CO2 plus 2H2O. Delta H equal to minus 890.4 kilojoule per mole. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊന്നും എഴുതിയിട്ട് ആരെങ്കിലും ഒരാളത് ആലോചിച്ച് നോക്കി. CH4 ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ ഏതാണ്? അത് പറഞ്ഞ് എങ്ങനെ ചെയ്താൽ കിട്ടുക? ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊന്ന് പറയാൻ പറ്റി നോക്ക്.
നമുക്ക് നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ആ ഇനി പറയും നമ്മളെ റിക്വയർഡ് ഇക്വേഷൻ ഏതാ? നമുക്ക് മീഥൈൻ ഉണ്ടാക്കണം. CH4 മീഥൈൻ ഉണ്ടാക്കാൻ ആരൊക്കെ വേണം? കാർബൺ, ഹൈഡ്രജൻ. ആരൊക്കെ വേണം? കാർബണും ഹൈഡ്രജനും അല്ലെ? ഒരു കാർബൺ വേണം. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ H2 എന്നാണ് എഴുതുക. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ എത്ര H2 വേണം? 2H2. 2H2 വേണം. 2H2. അപ്പൊ C+2H2 gives CH4. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ടേം ഒക്കെ ഇവിടെ എവിടുന്ന കിട്ടാന്നാണ്. സി എവിടുന്ന കിട്ടുക? ഒന്നാമത്തെ ഇക്വേഷൻ. ഒന്നാമത്തെ ഇക്വേഷനിൽ സി കിട്ടും. 2H2 ഇവിടെ എവിടെയെങ്കിലും 2H2 കാണാണ്ടോ? ഇല്ല. ഇല്ല. പക്ഷെ ഒരു H2 ഇവിടെ 2H2 ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ രണ്ടോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈക്വേഷനെ നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ ക്ലിയർ ആവുന്നത് എക്കോ അടിക്കുന്നത്. അക്ഷയ് അപ്പൊ ഈ ഇക്വേഷനെ മുഴുവൻ എന്ത് ചെയ്യാം? നമ്മൾ രണ്ടോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് 2H2 നമുക്ക് കിട്ടൂലേ? അപ്പൊ രണ്ടാമത്തെ ഇക്വേഷനും നമ്മളെ റിയാക്ടൻസ് ആയിട്ട് ഇവിടെ റിയാക്ടന്റിന്റെയാണ്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ CH4 എവിടെയുള്ളത്? മൂന്നാമത്തെ. നമുക്ക് CH4 പ്രോഡക്റ്റ് ആണ്. ഇവിടെ CH4 റിയാക്ടന്റ്. അപ്പൊ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ എന്താ ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ 3 നമ്മൾ മൈനസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ചെയ്താല് ഈ ഇക്വേഷൻ കിട്ടുമോ നോക്കാം. കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതാണ് ഒന്നാമത്തേന്റെ ഡെൽറ്റ എച്ച് പ്ലസ് 2 ഇൻറ്റു ദിസ് മൈനസ് 3. അതാണ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ആൻസർ കിട്ടും. ചെയ്ത് നോക്ക്. കിട്ടണില്ലെങ്കിൽ പറഞ്ഞു. അപ്പൊ ഞാൻ കൂടാം. നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയാനുണ്ടാകും. ടൈം കളയരുത്.
എന്തായി മക്കളെ, ഒരുപാട് ടൈം ആയല്ലോ. നിങ്ങൾ ചെയ്തിട്ടുള്ള ഇക്വേഷൻ കിട്ടിയോ? കിട്ടി. അപ്പൊ അതേ ഓപ്പറേഷൻ നമ്മൾ ഈ വാല്യൂസിന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ലാസ്റ്റ് ആൻസർ എന്താ കിട്ടി? എനിവൺ ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ. -393.7 പ്ലസ് 2 ഇൻറ്റു -285.8 മൈനസ് ഇക്വേഷൻ 3 എന്ന് പറയുമ്പോൾ -890.4. അത് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്, ആർക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ ആൻസർ ചെയ്യാം. കിട്ടിയിട്ടുണ്ടോ? -74.9 ആണ്. -74.9 കിലോ ജൂൾ. -74.9 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടലാണ് പ്രധാനം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാന്ന് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ സാർ. യെസ്. അപ്പൊ നമ്മളിനി അടുത്ത ഭാഗത്തേക്ക് പോകും. ഓക്കെ, അടുത്ത ടോപ്പിക്ക് സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. സ്പോണ്ടേനിയസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. അതായത് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നിങ്ങളൊക്കെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കാണാം. ഇപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക? ആരും നിർബന്ധിക്കാതെ സ്വന്തമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ എന്തെന്ന് പറയാം? ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ സ്വന്തമായിട്ട് റിയാക്ഷൻ നടക്കുന്നതിന്റെ പേരാണെന്ത്? സ്പോണ്ടേനിയസ് പ്രോസസ്. ഇപ്പൊ സപ്പോസ് നമ്മൾ എന്ത് ചെയ്യാം? വെള്ളത്തിലേക്ക് പഞ്ചസാര ഡിസോൾവ് ചെയ്യാം. ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ. നമ്മൾ ആ പഞ്ചസാര വെള്ളത്തിൽ കിട്ടി കഴിഞ്ഞാല് നമ്മൾ ആരും ഇളക്കിയിട്ടില്ലെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ അത് എന്തായിട്ടുണ്ടാവും? കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ആയിട്ടുണ്ടാവും. അങ്ങനല്ലേ? അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പൊ അത്തരത്തില് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഹെൽപ്പ് ഇല്ലാണ്ട് സ്വന്തമായിട്ട് നടക്കുന്ന റിയാക്ഷന്റെ പേരാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. അതേസമയം ഇപ്പോ മണല് വാട്ടറിൽ എന്ത് ചെയ്യാം? ഡിസോൾവ് ചെയ്യിക്കാം. സാൻഡ് ഇൻ വാട്ടർ ഡിസോൾവ് ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷെ അത് പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസോൾവ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഹെൽപ്പോട് കൂടെ മാത്രമേ അത് ഡിസോൾവ് ആവുള്ളൂ. അപ്പൊ അത്തരം പ്രോസസ്സിന്റെ പേരെന്താണ്? നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. സ്വന്തമായിട്ട് റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ സ്പോണ്ടേനിയസ്, മറ്റുള്ള ആളുകളുടെ നിർബന്ധത്തോടു കൂടെ നടക്കുകയാണെങ്കിൽ അതിന്റെ പേര് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ജസ്റ്റ് എഴുതി വെക്ക്. എ പ്രോസസ് ആദ്യം ഹെഡിങ് എഴുതാം. Spontaneous and non-spontaneous process. A process which takes place by itself. Which takes place
by itself without the help of external agency. Without the help of external agency is called spontaneous process. അതായത് a process which takes place by itself, സ്വയം, without the help of external agency is called spontaneous process. Example, dissolution of sugar. Dissolution of sugar in water. Dissolution of sugar in water. അടുത്ത ലൈനിൽ നമ്മൾ നോൺ സ്പോണ്ടേനിയസ് എഴുതാം. A process which does not takes place by itself. A process which does not takes place by itself is called non-spontaneous process. സ്വന്തം നടക്കാത്ത പ്രോസസ്, സ്വന്തമായിട്ട് അത് ചെയ്യുന്നില്ല, അതിനെയാണ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. അതൊന്നുകൂടെ പറയാം ഡെഫിനിഷൻ. ഒന്നുകൂടെ പറയാം. A process which does not takes place by itself, സ്വയം നടക്കുന്നില്ല, is called non-spontaneous process. Example, dissolution of sand in water. മണല് വെള്ളത്തിലേക്ക് അത് സ്വന്തമായിട്ട് നടക്കുന്ന പ്രോസസ് അല്ല. അപ്പൊ നമ്മൾ അതിനെന്താ വിളിക്കുക? നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസും ചെക്ക് ചെയ്യാനുള്ള രണ്ട് ടേമുകളാണ് നമ്മള് എൻട്രോപ്പിയും ഗിബ്സ് എനർജിയും. നമ്മൾ രണ്ട് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി പഠിച്ചിരുന്നു, എൻട്രോപ്പിയും ഗിബ്സ് എനർജിയും. അത് സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതിലേക്ക് പോവല്ലേ? സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസും ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ടേമാണ് എൻട്രോപ്പി, denoted by S. എൻട്രോപ്പി S. നോക്ക്, എൻട്രോപ്പി എന്ന് പറഞ്ഞാല് അതിനെ ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് എന്നാണ് പറയാം. ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ്, അതായത് ഒരു ഓർഡർ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ ഒരു സിസ്റ്റം, അപ്പൊ നമ്മുടെ ക്ലാസ് റൂം, ഏറ്റവും നല്ല ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? പ്രൊഡക്റ്റീവ് ആയിട്ട് വല്ലതും നടക്കണമെങ്കിൽ കുട്ടികൾ ഇങ്ങനെ മിണ്ടാതിരിക്കണം എന്നാണോ? അല്ല, ഒരിക്കലും അങ്ങനല്ല. തെറ്റിദ്ധരിക്കണം. കുട്ടികൾ വളരെ ഡിസിപ്ലിൻ ആണെങ്കിൽ ആ ക്ലാസ് റൂം കുട്ടികൾ നല്ല പ്രൊഡക്റ്റീവ്, ആ ക്ലാസ് റൂം പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ, ക്രിയേറ്റീവ് ആവണമെങ്കിൽ കുട്ടികൾ തന്നെ മിണ്ടാതിരിക്കുന്ന ക്ലാസ് റൂം അല്ല. ചില ടീച്ചേഴ്സിന്റെ ക്ലാസ് റൂം നമ്മൾ പേടിച്ചിട്ട് മിണ്ടാതിരിക്കും. അപ്പൊ അത്തരം ക്ലാസ് റൂമിൽ ക്രിയേറ്റീവ് ആയിട്ട് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കുറച്ച് മാർക്ക് ചിലപ്പോൾ ഉണ്ടാവാം, ചില കുട്ടികൾക്ക് മാർക്ക് ഉണ്ടായിട്ട് വരും, അല്ലാണ്ട് സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പലതും അവിടെ നിന്ന് കിട്ടാതെ പോകും. അതൊക്കെ പലപ്പോഴും കിട്ടിയ എവിടുന്നാണ്? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്തൊരു ക്ലാസ് റൂം ഉണ്ടാവും. കുറെ കുട്ടികൾ അങ്ങോട്ട് നടക്കാം മറ്റൊരു തോന്നുക. ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക? എന്തെങ്കിലുമൊക്കെ ചില പുതിയ ഐഡിയകളൊക്കെ സാധാരണ വരാറുണ്ട്. അപ്പൊ ഇവിടെയും പറയുന്നത് അതേപോലെ തന്നെയാണ്. ഈ എൻട്രോപ്പി എന്ന് പറഞ്ഞ ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ്. ഈ എൻട്രോപ്പി കൂടുമ്പോഴാണ് റിയാക്ഷൻ എന്തായിട്ട് മാറുക? സ്പോണ്ടേനിയസ് ആയിട്ട് മാറുക. ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ, സ്വന്തമായിട്ട് റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടുത്തെ എൻട്രോപ്പി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. എൻട്രോപ്പി പോസിറ്റീവ് ആയിരിക്കണം.
അപ്പൊ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസോർഡർനെസ് ഓർ റാൻഡംനെസ് ഓഫ് എ സിസ്റ്റം. എൻട്രോപ്പി എസ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്, അതുകൊണ്ട് നമ്മൾ എസ് കാണൂല. എന്താ കാണാം? ഡെൽറ്റ എസ് കാണും. ഡെൽറ്റ എസ് കാണാൻ ഇക്വേഷൻ എന്തായിരിക്കും? 2s തന്നു, 1 ഉം 2. അപ്പൊ നമ്മൾ എങ്ങനെ ഡെൽറ്റ എസ് കാണാം? S2 minus S1. S2 മൈനസ് S1, അതായത് എസ് ഫൈനൽ മൈനസ് എസ് ഇനീഷ്യൽ. ഇങ്ങനെയാണ് നമ്മൾ ഡെൽറ്റ എസ് കാണുന്നത്. പിന്നെ നമുക്ക് ഡെൽറ്റ എസ് കാണാൻ വേറെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഇങ്ങനെ: ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ടി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ക്യൂ ബൈ ടി, അതാണ് ഡെൽറ്റ എസ്. ക്യൂ എന്നുള്ളത് പലപ്പോഴും നമുക്കറിയാം ഡെൽറ്റ എച്ച് ആയിട്ടാണ് വരിക. ക്യൂ പി നമ്മൾ പഠിച്ചു ഡെൽറ്റ എച്ച് എന്നാണ്. അപ്പൊ ഇതിന്റെ മറ്റൊരു ഇക്വേഷൻ ആണ് ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. ഡെൽറ്റ എസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി. അപ്പോ എൻട്രോപ്പി ചേഞ്ച് ഡെൽറ്റ എസ് അത് പോസിറ്റീവ് ആകുമ്പോഴാണ് റിയാക്ഷൻ എന്തായിരിക്കുക? സ്പോണ്ടേനിയസ് ആയിരിക്കുക. റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കണമെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് ഇൻക്രീസസ്, അതായത് ഡെൽറ്റ എസ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഈ പറഞ്ഞ സാധനം ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആണ്. എന്നാ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും. എൻട്രോപ്പി എസ് എന്തായാലും എഴുതാം. എൻട്രോപ്പി ഈസ് ദ disorderness or randomness of a system. Disorderness or randomness of a system. Delta is equal to S final minus S initial. In entropy change കാണാനുള്ള equation delta is equal to Q by T. Q എന്ന് പറഞ്ഞാൽ ഹീറ്റ്, T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. ചിലപ്പോ നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക Qന് പകരം ഡെൽറ്റ എച്ച് ബൈ ടി എന്ന് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ടി, എൻതാൽപ്പി ചേഞ്ച് ബൈ ടെമ്പറേച്ചർ. സാർ ഇതിന്റെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ അങ്ങനെ എഴുതണോ? ഏതിന്റെ? എൻട്രോപ്പിയുടെ. എൻട്രോപ്പിക്ക് യൂണിറ്റ് ഡെൽറ്റ എച്ച് മോൾ അല്ലേ? അപ്പൊ അത് ബൈ ടെമ്പറേച്ചറും കൂടെ വരും. അപ്പോ യൂണിറ്റ് എന്ത് വരും? ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ജൂള് കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. അത് ജൂൾ പെർ മോൾ ആണ് ഇതിന്റെ. ടെമ്പറേച്ചറിന്റെ കെൽവിൻ, അപ്പൊ താഴത്തായതുകൊണ്ട് കെൽവിൻ റേസ് ടു -1 എന്ന് കൊടുക്കാം. അപ്പൊ ഡെൽറ്റാസിന്റെ യൂണിറ്റ് ജൂൾ കെൽവിൻ റേസ് ടു -1 മോൾ റേസ് ടു -1. ഓക്കെ, ഇനി നമ്മളെ ചെറിയ ഒരു മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ഇക്വലിബ്രിയത്തിൽ അറ്റ് ഇക്വലിബ്രിയം നോട്ട് ചെയ്ത് വെച്ചോ. അറ്റ് ഇക്വലിബ്രിയം ഡെൽറ്റ എസ് ഈക്വൽ ടു 0. ഇക്വലിബ്രിയത്തില് എൻട്രോപ്പി ചേഞ്ചിന്റെ വാല്യൂ എത്രയാണ്? 0. അറ്റ് ഇക്വലിബ്രിയം ഡെൽറ്റ എസ് ഈക്വൽ ടു 0. പിന്നെ ഇഫ് ഡെൽറ്റ എസ് ഈസ് പോസിറ്റീവ്, ഡെൽറ്റ എസിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ നോൺ സ്പോണ്ടേനിയസ് ആണോ? Spontaneous. So if delta S is positive, the process is spontaneous. The process is spontaneous. The process is spontaneous. Okay. അപ്പോൾ ഈ എൻട്രോപ്പിയുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സും ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇന്ന് ഷാർപ്പ് 10 മണിക്ക് ക്ലാസ് കഴിയോളണം നിർബന്ധമില്ല. ചിലപ്പോൾ 5 മിനിറ്റ് ഒക്കെ നീട്ടി എടുക്കേണ്ടി വരും. ചാപ്റ്റർ അപ്ലൈ കംപ്ലീറ്റ് ആവുള്ളൂ. ഓക്കെ, എല്ലാവരും ഫുഡ് കഴിച്ചിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഈ 2 പോയിന്റ് നോട്ട് ചെയ്യുക. ഇക്വലിബ്രിയം ഡെൽറ്റ എസ് ഈക്വൽ ടു 0. പിന്നെ if delta S is positive, the process is spontaneous.
Then ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മളെ രണ്ട് തെർമോഡൈനാമിക്സിന്റെ രണ്ട് ലോകൾ വരിക. സെക്കൻഡ് ലോയും തേർഡ് ലോ. അപ്പൊ അടുത്തത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ എന്താണ്? നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ എൻട്രോപ്പി ചേഞ്ച് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അതിന്റെയാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. നോട്ട് ചെയ്ത് വെച്ചോ. ഡ്യൂറിങ് എവറി സ്പോണ്ടേനിയസ് പ്രോസസ്, ഏതൊരു പ്രോസസ് സ്പോണ്ടേനിയസ് ആണെങ്കിലും during every spontaneous process, entropy of the universe increases. Entropy of the universe increases. During every spontaneous process, entropy of the universe increases. Spontaneous process നടക്കണമെങ്കിൽ entropy എന്തായിരിക്കണം? കൂടണം. അതായത് പോസിറ്റീവ് ആയിരിക്കണം. ഇതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, ക്ലിയർ ആയിക്കണോ? ക്ലിയർ ആണ്. ഇനി നമുക്ക് തേർഡ് ലോ നോക്കാം. അടുത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അടുത്ത ഹെഡിങ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. തേർഡ് ലോ. തേർഡ് ലോയിൽ നമ്മൾ പഠിക്കുന്നത് മറ്റേ ടെമ്പറേച്ചർ 0 കെൽവിൻ ആക്കിയിട്ട് വെക്കാം. അതായത് തീരെ ടെമ്പറേച്ചർ കൊടുക്കാതിരിക്കാം. അപ്പൊ അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ 0 കെൽവിൻ ടെമ്പറേച്ചറിൽ ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്, ഒരു സോളിഡ്, ഈ സോളിഡിന്റെ എൻട്രോപ്പിയുടെ വാല്യൂ എത്രയായിരിക്കും? സോളിഡ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസിന് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇല്ല. അപ്പൊ എൻട്രോപ്പിയുടെ വാല്യൂ എത്രയാ? 0. അതാണ് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതായത് അബ്സല്യൂട്ട് 0 ഇല്ലേ അല്ലെങ്കിൽ 0 കെൽവിനിലെ എൻട്രോപ്പി ഓഫ് എ ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ്. ക്രിസ്റ്റലൈൻ എന്ന് പറഞ്ഞാൽ സോളിഡാണ്. ഒരു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസിന്റെ എൻട്രോപ്പിയുടെ വാല്യൂ 0 ആയിരിക്കും. അത് തീരെ അവിടെ ഡിസോർഡർനെസ് കാണിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോട്ട് ചെയ്യും. At absolute 0, at absolute 0, at absolute 0, the entropy of a perfectly crystalline substance is 0. The entropy of a perfectly crystalline substance is 0. Perfectly crystalline substance is 0. Okay? Okay. സെക്കൻഡ് ലോയും തേർഡ് ലോയും പഠിച്ചു നമ്മൾ. ഇപ്പൊ എൻട്രോപ്പിയും പഠിച്ചു. ഇനി നമുക്ക് ഒറ്റ പ്രോപ്പർട്ടി മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ, ഗിബ്സ് ഫ്രീ എനർജി. അപ്പോ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ അടുത്തൊന്നാണ് ഗിബ്സ് ഫ്രീ എനർജി. ജി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. ഗിബ്സ് ഫ്രീ എനർജി. അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതുപോലെ പറഞ്ഞ ചാപ്റ്റർ കഴിയും. ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിന് കിട്ടുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. ഒരു സിസ്റ്റത്തിന് കിട്ടുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയാണ്. ആ കിട്ടുന്ന എനർജിയിൽ ആ എനർജി മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം? യൂസ്ഫുൾ വർക്കിന് വേണ്ടി, എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റണം. ആ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയുടെ പേരാണ് ഗിബ്സ് ഫ്രീ എനർജി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ നമ്മളിപ്പോ ഫുഡ് കഴിക്കാം,
എനർജി കിട്ടാൻ ഫുഡ് കഴിക്കും. എന്നിട്ട് നമ്മൾ ആ എനർജി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നു വിചാരിക്കാം. പക്ഷെ നമുക്ക് മുഴുവൻ എനർജിയും വർക്ക് ചെയ്യാൻ മാത്രം ഉപയോഗിക്കാൻ പറ്റുമോ? കുറച്ച് എനർജി നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് വേണം, ബാക്കിയെ നമ്മൾ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഈ വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയുടെ പേരാണെന്ത്? ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി. അപ്പൊ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആവണ്ടേ? നമ്മൾ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു, അപ്പൊ അവിടുത്തെ എനർജി കുറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ആ ജിയുടെ വാല്യൂ കുറഞ്ഞ് എവിടേക്ക് എത്തണം? നെഗറ്റീവിലേക്ക് എത്തണം. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അത് ജസ്റ്റ് നോട്ട് ചെയ്യും. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി എന്നുള്ളത് ആദ്യം നോക്കാം. ഗിബ്സ് ഫ്രീ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ഡെഫിനിഷൻ എഴുതി വെച്ച്, ചോദിക്കലൊന്നുമില്ല, നിലനിന്ന് എഴുതി വെച്ച് കേട്ടോ. ഗിബ്സ് ഫ്രീ എനർജി, it is the maximum amount of energy available to the system that can be maximum amount of energy available to the system. സിസ്റ്റത്തിന് കിട്ടുന്ന പരമാവധി എനർജിയാണ് മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അവൈലബിൾ ടു ദ സിസ്റ്റം ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു യൂസ്ഫുൾ വർക്ക്. യൂസ്ഫുൾ വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് എനർജിയുടെ പേരാണെന്ന് ഗിബ്സ് ഫ്രീ എനർജി. ഓക്കെ, ആ ഗിബ്സ് ഫ്രീ എനർജി കാണാനുള്ള ഇക്വേഷൻ G ഈക്വൽ ടു H മൈനസ് ടി എസ്. ഗിബ്സ് ഫ്രീ എനർജി കാണാനുള്ള ഇക്വേഷൻ G ഈക്വൽ ടു H മൈനസ് ടി എസ്. H കാരണം എന്താ? എൻതാൽപ്പി. ടി എന്താ? ടെമ്പറേച്ചർ. എസ് എന്താ? എൻട്രോപ്പി. അപ്പോ നമുക്കറിയാം ഗിബ്സ് ഫ്രീ എനർജിയും ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ജി അല്ല കാണാം, അങ്ങനെ എന്താണ്? ഡെൽറ്റ ജി ആണ് കാണുക. അപ്പൊ ഡെൽറ്റ ജി ഈക്വൽ ടു ഇക്വേഷൻ ഏതാ വരിക? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഈ ഇക്വേഷന്റെ പേരാണ് ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ പറഞ്ഞ പേര് ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ. അപ്പൊ ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ദിസ് ഇക്വേഷൻ ഈസ് ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ. എങ്ങനെ ഡെൽറ്റ ഡെൽറ്റ എന്ന് ചേഞ്ച് അതല്ല ഹെൽമോൾട്സ് എഴുതുമ്പോ അവസാനം HELMOLTZ Z ആണല്ലേ? അത് കറക്റ്റ് മനസ്സിലായില്ല. അതാ അപ്പൊ ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ. അപ്പൊ എക്സാമിനർക്ക് ചോദിക്കും, ഒരു മാർക്ക് ചോദിച്ചിട്ടുണ്ട്, ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ മാത്രം എഴുതുക. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എക്സ് മൈനസ് ടി ഡെൽറ്റ എസ്. ഇനി ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. അതും കൂടെ പറഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക് അങ്ങോട്ട് കഴിയും കേട്ടോ. അപ്പൊ അത് ഫോക്കസ് ഏരിയയിൽ ഉണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആ ഭാഗം നോക്കിയിട്ടില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹയർ ലെവലിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയൊരു റിലേഷൻ ആണ് പറയാൻ പോകുന്നത്. അതിനിടയ്ക്ക് ചെറിയൊരു പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യും. അറ്റ് ഇക്വലിബ്രിയം ഡെൽറ്റ ജി ഈക്വൽ ടു 0. ഇക്വലിബ്രിയത്തില് ഡെൽറ്റ ജിയുടെ വാല്യൂ അത് തന്നെയാണ് 0. അറ്റ് ഇക്വലിബ്രിയം ഡെൽറ്റ ജി ഈക്വൽ ടു 0. അടുത്ത പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഒരു മാർക്ക് എന്തായാലും ചോദിക്കുന്ന പോയിന്റ് ആണ്. For a reaction to be spontaneous, ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ,
for a reaction to be spontaneous, delta G must be negative. A reaction to be spontaneous, delta G എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. For a reaction to be spontaneous, delta G must be negative. Delta G നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, ഇനി നോക്കി ലാസ്റ്റത്തെ ചെറിയൊരു പാർട്ടാണ്. എക്സാമിന് അധികം ചോദിക്കുന്നതാണ്. കുറെ കുട്ടികളൊക്കെ ഇപ്പൊ ലീവ് ചെയ്തു, കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് ഉത്തരം എഴുതാൻ പറ്റും. ചെറിയ ഹെഡിങ് എഴുതിക്കോ. കണ്ടീഷൻസ് ഫോർ സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിയസ് ആവാനുള്ള കണ്ടീഷനാണ്. കണ്ടീഷൻസ് ഫോർ സ്പോണ്ടേനിറ്റി. സ്പോണ്ടേനിയസ് ആവാനുള്ള കണ്ടീഷൻ. അവിടെ നമ്മള് പിന്നെ രണ്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞു. ഇത് ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കണം? ഡെൽറ്റ ജിയുടെ വാല്യൂ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ്. ഡെൽറ്റ എസ് എന്തായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്? അത് പോസിറ്റീവ്. പോസിറ്റീവ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിൽ കൂടെ സ്പോണ്ടേനിയസ് ആവും ചില സ്പെഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ. അതായത് ഡെൽറ്റ ജിയുടെ വാല്യൂ മസ്റ്റ് ബി നെഗറ്റീവ്. മറ്റ് ഡെൽറ്റ എസിന്റെ പോസിറ്റീവിൽ ചെറിയ മാറ്റങ്ങൾ വന്നാലും അതെന്ത് റയർ കേസിലൊക്കെ സ്പോണ്ടേനിയസ് ആവാറുണ്ട്. പക്ഷെ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കണം? എപ്പോഴും നെഗറ്റീവ് ആയിരിക്കണം. മെയിൻ കണ്ടീഷൻ ആയിട്ട് എടുക്കേണ്ടത് ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ് എന്നാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ എടുക്കുന്നത് നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇതാണ്. ഗിബ്സ് എൽമോർട്സ് ഇക്വേഷൻ വെച്ചാണ് നോക്കുക. ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. എന്നിട്ട് ഒന്നാമത്തെ കേസ് നമ്മൾ എടുക്കുന്നത് ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആകാം, ഡെൽറ്റ എസിന്റെ വാല്യൂ പോസിറ്റീവ് ആകാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താവും? ഇതിന്റെ വാല്യൂ നെഗറ്റീവ്, ഇതിന്റെ വാല്യൂ പോസിറ്റീവ്. അപ്പൊ ഇതിപ്പോ ഒരു നെഗറ്റീവ് 10 ആയിരിക്കും. നെഗറ്റീവ് 10 മൈനസ് ഇതിങ്ങനെ ചെയ്തപ്പോ ഒരു നെഗറ്റീവ് 60. അപ്പൊ നമുക്ക് ടോട്ടൽ എന്താ കിട്ടുക? ആ നെഗറ്റീവ് 70 കിട്ടുക. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. അങ്ങനെ വന്നാൽ ഡെൽറ്റ ജി ഷുഡ് ബി നെഗറ്റീവ്. ഡെൽറ്റ ജി എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. എന്തായാലും ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. അപ്പൊ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ്. റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. അപ്പൊ ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ്, റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. ഇനി ഇത് നേരെ അങ്ങ് തിരിക്കാം. ഇത് പോസിറ്റീവ്, അത് നെഗറ്റീവ് ആക്കി കൊടുത്തു നോക്കാം. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്. ഇതൊരു പോസിറ്റീവ് വാല്യൂ, ഇതിന്റെ വാല്യൂ ഒരു നെഗറ്റീവ്. അപ്പൊ ഈ നെഗറ്റീവും കൂടെ എന്താവും? പ്ലസ് ആവും. പ്ലസ് ആവും. അപ്പൊ ടോട്ടൽ റിസൾട്ട് ഏതാ കിട്ടുക? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു പോസിറ്റീവ്. ഡെൽറ്റ ജി പോസിറ്റീവ് ആവും. പോസിറ്റീവ് ആവും. അപ്പൊ റിയാക്ഷൻ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഏത്? അല്ല, ഇത് പോസിറ്റീവ് ആവുന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? പറ്റും. പറഞ്ഞുതരാം. നമുക്ക് ഇത് വെച്ചിട്ട് നോക്കാം. അതായത് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ്. സപ്പോസ് പോസിറ്റീവ് 5 മൈനസ് ടെമ്പറേച്ചറിന്റെ വാല്യൂ ഒരു 10 എന്ന് കൊടുക്കാം, ഇൻറ്റു ഡെൽറ്റ എസിന്റെ വാല്യൂ നെഗറ്റീവ് അല്ലേ പറഞ്ഞേ? അപ്പൊ ഒരു നെഗറ്റീവ് 10 കൊടുക്കാം. അപ്പൊ നമുക്ക് മൈനസ് ഇൻറ്റു അല്ലെ, നമ്മൾ ഇതിങ്ങനെയല്ലേ ചെയ്യാം. അപ്പൊ ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആവും. അപ്പൊ ഇവിടെയും പ്ലസ്, ഇവിടെയും പ്ലസ് വരും. അപ്പൊ അങ്ങനെ രണ്ടും പ്ലസ് വന്നാൽ പിന്നെ ടോട്ടൽ വാല്യൂ എന്ത് വരും? പോസിറ്റീവ് വരും.
അപ്പൊ ഡെൽറ്റ ജി പോസിറ്റീവ് ആണ്. അപ്പൊ റിയാക്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് സ്പോണ്ടേനിയസ് ആണോ? അല്ല, നോൺ സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് അല്ല എന്ന് പറഞ്ഞാൽ നല്ലത് നോൺ സ്പോണ്ടേനിയസ് എന്ന് പറയും അല്ലെ? അപ്പൊ ഈ ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ്, ഡെൽറ്റ എസ് ഈസ് നെഗറ്റീവ്, then delta G positive, reaction is non-spontaneous. അപ്പോ ഡെൽറ്റ എസ് നെഗറ്റീവ് ആയിന്ന് കരുതിയിട്ട് സ്പോണ്ടേനിറ്റി കണക്കാക്കാൻ കഴിയില്ല. അതാ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഡെൽറ്റ ജിയുടെ വാല്യൂ നോക്കിയിട്ട് മാത്രമാണ് അൾട്ടിമേറ്റ് ആയിട്ട് സ്പോണ്ടേനിയസ് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സ് പറഞ്ഞ എന്താണ്? ഏതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണെങ്കിലും ഡെൽറ്റ എസ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പൊ റയർ കേസിൽ ഇങ്ങനെ സംഭവിക്കാം, അത് നെഗറ്റീവ് വരാം. നെഗറ്റീവ് വന്നിട്ട് സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ അവിടെ കണ്ടീഷൻ ഉണ്ട്, അത് ഇനി നമ്മളെ അടുത്തേക്ക് പറയാൻ പോകും. ഇതിപ്പോ നോൺ സ്പോണ്ടേനിയസ് ആണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇനി മൂന്നാമത്തത്, രണ്ടും പോസിറ്റീവ് ആണ്. ഡെൽറ്റ എച്ചും പോസിറ്റീവ്, ഡെൽറ്റ എസും പോസിറ്റീവ്. രണ്ടും പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഡെൽറ്റ ജി എപ്പോഴാണ് നെഗറ്റീവ് ആവുക? രണ്ടുപേരും പോസിറ്റീവ്. അപ്പൊ ഡെൽറ്റ ജി നെഗറ്റീവ് ആവണമെങ്കിൽ ഇവിടെ ഹൈ ടെമ്പറേച്ചർ വരണ്ടേ? ഹൈ ടെമ്പറേച്ചർ വന്നാൽ ഡെൽറ്റ ജി എന്താവും? നെഗറ്റീവ് ആവും. ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. അപ്പൊ റിയാക്ഷൻ എന്താ? സ്പോണ്ടേനിയസ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്, അതുകൊണ്ട് റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ്. ലാസ്റ്റത്തത് ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസും നെഗറ്റീവ്. രണ്ടും നെഗറ്റീവ് ആണ്. രണ്ടും നെഗറ്റീവ് ആകുമ്പോ ഡെൽറ്റ ജി നെഗറ്റീവ് ആകും എപ്പോഴാണ്? ലോ ടെമ്പറേച്ചർ. ഡെൽറ്റ ജി എപ്പോൾ നെഗറ്റീവ് ആവും? ലോ ടെമ്പറേച്ചർ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും. ലോ ടെമ്പറേച്ചർ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് അറ്റ് ലോ ടെമ്പറേച്ചർ. അങ്ങനെ ആലോചിച്ചാൽ മതി. രണ്ടും നെഗറ്റീവ് ആണോ അപ്പൊ ടെമ്പറേച്ചർ ലോ, രണ്ടും പോസിറ്റീവ് ആണോ ടെമ്പറേച്ചർ ഹൈ. അങ്ങനെ ആലോചിക്കും. അപ്പൊ ഡെൽറ്റ ജി ഈസ് നെഗറ്റീവ് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പൊ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ്. അപ്പൊ ഈ രണ്ടാമത്തെ കേസ് മാത്രമാണ് നോൺ സ്പോണ്ടേനിയസ് ഉള്ളൂ. ബാക്കിയുള്ള 1, 3, 4 ഒക്കെ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആണ്. അത് എഴുതണ്ടേ? കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിറ്റി എഴുതിയിട്ട് ഈ 4 കൊണ്ട് എഴുതി വെക്കുക. അതോടുകൂടെ തെർമോഡൈനാമിക്സ് ഈസ് ഓവർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. ഇത് എഴുതി കഴിഞ്ഞിട്ട് പറയാം.
എഴുതി സാർ. ഓക്കെ, അപ്പൊ ഇതോടുകൂടെ തെർമോഡൈനാമിക്സ് എന്നുള്ള അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തോളൂ, അല്ലെങ്കിൽ ലീവ് ചെയ്തോളൂ. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. ലാസ്റ്റ് ചാപ്റ്റർ എൻവയോൺമെന്റൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 2 ഓർഗാനിക് ഉണ്ടാവും, ഒരു കെമിക്കൽ ബോണ്ടിങ് ഉണ്ടാവും. അത്രയല്ലേ ബാക്കിയുള്ളൂ? ഓക്കെ ഓക്കെ. ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് ലീവ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ.